നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ. നമുക്കറിയാം, കൊറോണയ്ക്ക് ശേഷം നമ്മുടെ പണമിടപാടുകൾ കൂടുതലായും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗൂഗിൾ പേ. ചെറിയ തട്ടുകടകൾ മുതൽ വലിയ വലിയ കടകൾക്ക് വരെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ഈ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ അവിടെ ഫസ്റ്റ് ഭാഗത്ത് പോക്കറ്റ് മണി എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് എന്താണ്? ഇന്നും ഇന്നലെയുമായി നമ്മുടെ വാട്സപ്പുകളിലെല്ലാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടമാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ചെയ്ത എമൗണ്ട് നമുക്ക് നഷ്ടമാകും. ഇന്നിങ്ങനെ പല രൂപത്തിലുള്ള മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പുകളിൽ കറങ്ങി നടക്കുന്നുണ്ട്. എന്താണിത്? ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പണം നഷ്ടപ്പെടുമോ? ഇത് ഹാക്ക് ചെയ്തതാണോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അനിശ്ചിതമാക്കിയാണ്. ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുമായി നമ്മൾ ഗൂഗിൾ പേ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നമുക്ക് മറ്റൊരു മൊബൈൽ നമ്പറിലേക്കും മറ്റൊരു QR കോഡിലേക്കും എല്ലാം പണം നൽകാൻ സാധിക്കും. സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഇതുവരെ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ മറ്റാളുകൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് സഹായകരമാകുന്ന രീതിയിൽ വന്നൊരു അപ്ഡേഷനാണിത്. ഇത് ഗൂഗിൾ പേ തന്നെ പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റാരുടെയും നമ്പർ സെലക്ട് ചെയ്ത് അതിലേക്ക് നമ്മളൊരു നിശ്ചിത എമൗണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത എമൗണ്ടോ നമ്മൾ അതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതേ നമ്പർ ഉപയോഗിക്കുന്ന മറ്റൊരാൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും അവർക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ സാധാരണഗതിയിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ അതിൽ സെലക്ട് ബാങ്ക് കാണിക്കുമ്പോൾ ഏറ്റവും അടിയിലായി നമ്മുടെ സുഹൃത്തിൻ്റെ പേരും അവിടെ കാണിച്ച് ആ അക്കൗണ്ടിലും പണം അവർക്ക് ലിങ്ക് ചെയ്യാം, സെൻഡ് ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും അവർക്ക് ഇടപാട് നടത്താൻ സാധിക്കുകയില്ല. നമ്മൾ എത്ര പണമാണ് അവർക്ക് നൽകിയത് ആ പണം മാത്രമാണ് അവർക്ക് നൽകാൻ സാധിക്കുക. ഇതിൽ പോക്കറ്റ് മണി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. നമ്മൾ മറ്റൊരാളിലേക്ക് നമ്മൾ 100 രൂപയോ 500 രൂപയോ നൽകുന്നതിന് പകരമായി ഗൂഗിൾ പേയിൽ അവർക്ക് 100 500 രൂപ നൽകാം. അതവർക്ക് മറ്റ് QR കോഡുകൾ മറ്റും ഉപയോഗിച്ച് അവർക്ക് സ്കാൻ ചെയ്ത് പണം ഇടപാടുകൾ നടത്തുകയും ചെയ്യാം. ഇങ്ങനെ ഇടപാട് നടത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടുന്നില്ല. നമ്മൾ എത്ര രൂപയാണ് അവർക്ക് നൽകാൻ ഉദ്ദേശിച്ചത് ആ പണം മാത്രമായിരിക്കും അവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും